നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവുന്ന എത്ര കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ? ഏകദേശം 50 കോടിക്ക് മുകളിൽ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവും. അതായത് ഒരു പരിഭാഷകരുടെയും ആവശ്യമില്ലാതെ, ഒരു കൂട്ടിച്ചേർക്കലോ വെട്ടിക്കുറയ്ക്കലോ എഡിറ്റോ ഒന്നും ആവശ്യമില്ലാതെ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന 50 കോടിക്ക് മുകളിൽ ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. യഥാർത്ഥത്തിൽ അവരാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും. അല്ലാതെ 3.5 കോടി ആളുകൾ, മലയാളം സംസാരിക്കുന്ന 3.5 കോടി ആളുകളല്ല ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 2024-ലും 2019-ലും 2014-ലുമൊക്കെ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിച്ചേനെ. അതുണ്ടായില്ലല്ലോ. ശരി, ഇനി കാര്യത്തിലേക്ക് വരാം. 2018-ൽ വേൾഡ് ഫ്യൂവൽ ബയോഗ്യാസ് ഡേ അങ്ങനൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു വാർത്തയിൽ കണ്ടതാണ്. ഏതോ ഒരു കുഗ്രാമത്തിലെ ഒരു ചെക്കൻ, ഒരു ചെറുപ്പക്കാരൻ, ചായക്കടക്കാരനാണ്, ചായ ഉണ്ടാക്കുന്ന ആളാണ്. ഈ ചായ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാർത്ത ശ്രദ്ധിക്കാൻ കാരണമെന്ന് അദ്ദേഹം പറയുമ്പോൾ കാണികൾ കൈയടിക്കുന്നുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ചായക്കടക്കാരൻ എന്നാണല്ലോ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ ചായ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതായത് തൊട്ടടുത്ത് തന്നെ ഒരു ഓടയുണ്ടായിരുന്നു. ആ ഓടയിലേക്ക് ചിരുവം പോലുള്ള എന്തോ ഒരു പാത്രം, അതിൽ നടുക്കായിട്ട് ഒരു ദ്വാരമിട്ടിട്ട് അതിലേക്ക് ഒരു പൈപ്പ് ഇറക്കിയിട്ട് ഇത് ഈ ഓടയിൽ ഇങ്ങനെ സ്ഥാപിച്ച് വെച്ചിട്ട് ആ പൈപ്പിലൂടെ വരുന്ന ഗ്യാസിൽ നിന്ന് സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കി എന്ന തരത്തിലാണ് പറയുന്നത്. എന്തോ സിമ്പിൾ ടെക്നോളജിയാണത്രേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിലുള്ള കാര്യം, ഞാൻ ഇതൊരു വാർത്തയിൽ കണ്ടതാണ് എന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് സിമ്പിൾ ടെക്നോളജിയാണ് എന്ന് പറഞ്ഞത് വരെയുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് ഓടയിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. എവിടെയാണ്? ഹിന്ദി അറിയാത്ത ആളുകളുടെ ഇടയിലേക്ക്, അതായത് പ്രത്യേകിച്ചും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ. എന്നിട്ട് മാറിയിരുന്നിട്ട് പ്രബുദ്ധർ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ഓടയിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കാം, അതുവഴി അടുപ്പ് പൊയ്ക്കാം, അല്ലെങ്കിൽ ഈ പാചകം ചെയ്യാം എന്ന തരത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു എന്ന തരത്തിൽ. ഇത് 2018-ലെ സംഭവമാണ്. പക്ഷേ ഈ സാധനം ഇപ്പോഴാണ് കിടന്ന് ഓടുന്നത്. കാരണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് വാസ്തവമാണോ എന്നറിയാൻ വെറുതെ ഒന്ന് നെറ്റിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ആർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം 2018-ലാണ് ഈ സംഭവം പറഞ്ഞെങ്കിൽ ഇതിനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിനും ഒരു വർഷം മുമ്പ്, അതായത് 2013-ൽ തന്നെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്ന സ്ഥലത്തെ കുറച്ച് ബിടെക് വിദ്യാർത്ഥികൾ ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഏതാനും ചായക്കടക്കാർക്ക് ഇതേപോലെ ഗ്യാസ് ഉണ്ടാക്കി കൊടുത്തു. ഇതിപ്പോൾ വലിയ വ്യാവസായികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എല്ലാ ഓടകളും ഇതുപോലെ ഒരുപാട് കിലോ കണക്കിന് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലല്ലോ. ചില സ്ഥലത്തൊക്കെ പറ്റുമായിരിക്കും. സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന മീഥേൽ ഗ്യാസ് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ തീ ഉണ്ടാകാനുള്ള കാരണം. അത് ഇതുപോലെ ഈ അദ്ദേഹത്തിന് കേട്ടറിവ് അല്ലെങ്കിൽ കണ്ടറിവ് വെച്ച് മാത്രം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതല്ല, കുറേ കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു നൂതനമായിട്ടുള്ള തലമാണല്ലോ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന ബയോഗ്യാസ് എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ എല്ലാ ഓടയിലും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് സാധ്യമാണ് എന്ന് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ സംഭവം തന്നെ, നരേന്ദ്രമോദി പറഞ്ഞ സംഭവം തന്നെ ഛത്തീസ്ഗഡിൽ നടന്നതാണ്. അതിനുശേഷം അവിടുത്തെ സർക്കാർ സംവിധാനം തന്നെ ഈ പയ്യന് 40,000 രൂപ കൊടുത്തതിന് ശേഷം ഇത് കുറച്ചുകൂടെ മികച്ച രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറയുകയും അയാളത് കുറച്ചുകൂടെ മികച്ച രീതിയിൽ ചെയ്യുകയും ഏതാനും ചായക്കടക്കാർക്ക് കൂടി അത് ഉപകാരപ്പെടുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം വ്യാപകമായിട്ടൊന്നും അത് ഒരുപാടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരു ഓടയിൽ നിന്ന് കിട്ടുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. ഗ്യാസിൻ്റെ അളവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതിന് നരേന്ദ്രമോദിയാണ് ഇത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു ഗ്യാസ് ഉണ്ടാക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞാനിതൊരു വാർത്തയായിട്ട് കണ്ടു. ആ വാർത്ത ഞാൻ ശ്രദ്ധിക്കാൻ തന്നെ കാരണം അദ്ദേഹം ഒരു ചായടിക്കാരനാണ്, ചായ ഉണ്ടാക്കുന്ന ആളാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാർത്ത നോക്കിയത്. അപ്പോഴാണ് ഇത്തരം രസകരമായ രീതിയിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പറഞ്ഞതിനെ അല്ലെങ്കിൽ ആ രീതിയെ വിമർശിക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന തരത്തിൽ വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിഡ്ഢികളാവുകയാണ്. പ്രബുദ്ധരാണ്, നവോത്ഥാനക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. ഇത് സത്യമാണോ അല്ലയോ എന്നറിയാൻ കുറഞ്ഞപക്ഷം എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. ഒന്ന് കയറി നോക്കാവുന്നതേ ഉള്ളൂ സംഗതി. ഇനി അത് നടക്കുമോ എന്ന് ചോദിച്ചാലും ഇല്ല എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നമ്മൾ തന്നെ ഇവിടെ എത്രയോ വാർത്ത കേട്ടിട്ടുണ്ട്. ചില കിണറ്റിലൊക്കെ വാതകം വരുന്നതായിട്ടുള്ള വാർത്ത
പ്രത്യേകതരം ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള വാർത്ത, അല്ലെങ്കിൽ അവിടെ ഈ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടപ്പോൾ തീ പിടിച്ചതായിട്ടുള്ള വാർത്ത, ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്നേ. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ആ ചായക്കടക്കാരൻ്റെ ഓടയിൽ അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവന് ഗ്യാസ് കത്തിക്കാണും, ഇല്ല എന്നൊന്നും പറയാൻ ആർക്കും പറ്റില്ലല്ലോ. ഇനി അതുകൂടി കുറച്ച് സാങ്കേതികമായിട്ടുള്ള രീതിയിൽ മികച്ച രീതിയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും. അതുതന്നെയല്ലേ നമ്മുടെ ഈ വീടുകളിൽ ബയോഗ്യാസ് ആയിട്ട് വരുന്നത്. നമ്മൾ ചാണകം അടക്കമുള്ള വേസ്റ്റുകൾ അല്ലേ കൊണ്ട് ഇടുകയും അതിൽ നിന്ന് ബയോഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ പാചകം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ നരേന്ദ്രമോദി അല്ല പറഞ്ഞത് ഈ ഓടയിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന കാര്യം. അദ്ദേഹം കണ്ട ഒരു വാർത്തയിലെ കാര്യം പരാമർശിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന 50 കോടിക്ക് മുകളിൽ ജനങ്ങൾ ഇവിടെ ഉള്ള കാലത്തോളം അദ്ദേഹത്തിനെ പറ്റി എന്ത് പിതൃശൂന്യത ഇവർ പടച്ചു വിട്ടാലും അതൊന്നും ആ മനുഷ്യൻ്റെ രോമത്തെ പോലും സ്പർശിക്കില്ല. പിന്നെ ഇത്രയൊക്കെ വളച്ചൊടിച്ച് ആ മനുഷ്യനെതിരെ ഇവിടെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടും കേരളത്തിലടക്കം ഓരോ ദിവസം കഴിയും തോറും സംഖ്യകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അതിനാൽ ഇതുപോലുള്ള പിതൃശൂന്യതയായിട്ട് നടക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീയൊക്കെ വേറെ വല്ല പണിയും നോക്കടി.